വിശദമായ വാർത്തയിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകൾക്കാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, 7 ജില്ലകൾക്കാണ് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ. 7 ജില്ലകളിലാണ് സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്, ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലുമല്ല, വരുന്ന 24 വരെ സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ തെക്കൻ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ വടക്കൻ ജില്ലകളെ സംബന്ധിച്ച് മഴ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ജില്ലയിലും പച്ച അലേർട്ടാണ്. അതേസമയം കോഴിക്കോട് ഇന്നലെ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളും ഉൾപ്പെടെ വലിയ രീതിയിലുള്ളൊരു മഴ കോഴിക്കോട് ഇന്നലെ പെയ്തിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ലക്ഷദ്വീപ്, കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുപോലെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. ഏതായാലും മഴ കൂടുതൽ ശക്തമാകാൻ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇടുക്കിയിലടക്കം മഞ്ഞ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മലയോര മേഖലകളിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും അധികാരികൾ നൽകിയിട്ടുണ്ടോ? തിരുവനന്തപുരം മുതൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ്. 7 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടല്ലാതെ മറ്റൊരു ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ മഞ്ഞ മുന്നറിയിപ്പാണെങ്കിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ഈ മഴ, അതായത് ശക്തമായ മഴ കൊണ്ട് ഈ മഞ്ഞ മുന്നറിയിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ശക്തമായ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഏതായാലും കോഴിക്കോട് ഈ വടക്കൻ ജില്ലകളിൽ പച്ച അലേർട്ടാണെങ്കിലും കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇന്നലെ ശക്തമായ രീതിയിൽ മഴ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് മലയോര മേഖലകളിൽ, നഗരപ്രദേശങ്ങളിലും വിടാതെ തന്നെ വലിയ രീതിയിൽ തന്നെ മഴ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 24 വരെ, അതായത് ബുധനാഴ്ച വരെ ശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ശരി, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ്. ഇന്ന് 7 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകൾക്കാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. കൂടാതെ തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും അടക്കം സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.